വിശ്രുതനായ കവി റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അതൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുമ്പോൾ ലോകം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായാണ് ഫ്രോസ്റ്റ്, അല്ലെങ്കിൽ ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാനായ കവി അമേരിക്കയിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാനായി വരുന്നത്. മെൻഡിങ് ദ വാൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ റോബർട്ട് ഫ്രോസ്റ്റിനെ വളരെ ഹൃദയപൂർവ്വം സോവിയറ്റ് യൂണിയൻ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരണത്തിന് ശേഷം എലീഷ്യ കഫേയിലെ സോവിയറ്റ് എഴുത്തുകാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് യോഗാധ്യക്ഷനായിരുന്ന യെവ്ജിൻ യെവ്തുഷെങ്കോ ആ വേദിയിൽ വെച്ച് പരാമർശിച്ചത്, ദന്തഗോപുരങ്ങളിൽ നിന്ന് അലയടിക്കുന്ന വാക്കുകളല്ല നാം കേട്ടത്, പിന്നെയോ ഹരിതാഭമായ ഭൂമിയുടെയും വിശ്രുതാകാശത്തിൻ്റെയും ഇടയിൽ മുഴങ്ങുന്ന മനുഷ്യത്വത്തിൻ്റെ ശബ്ദമാണ് നാം കേട്ടതെന്നാണ് യെവ്തുഷെങ്കോ ആ പ്രസംഗത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രസംഗശേഷം റോബർട്ട് ഫ്രോസ്റ്റ് ആ വേദി വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആ സദസ് ഒന്നടങ്കം അദ്ദേഹത്തെ അനുഗമിച്ചു. അപ്പോൾ ആ വേദിക്ക് പുറത്ത് ഏതാനും ചുവടുകൾ നടക്കുമ്പോൾ അവിടെ പാതയോരത്ത് വിടർന്നു നിൽക്കുന്ന ഒരു ചെടിയിലെ ഒരു ചെറിയ പൂവ് കണ്ട് അദ്ദേഹം കൗതുകപൂർവം ആ ചെടിയുടെ സമീപം നിന്നുവത്രേ. നിർനിമേഷനായി ആ പൂവ് നോക്കി നിൽക്കെ ഒരു കുഞ്ഞിനെ പോലെ റോബർട്ട് ഫ്രോസ്റ്റ് അവിടെ നിലത്ത് ഇരുന്നു എന്നാണ് പറയുന്നത്. നിലത്തിരുന്ന അരുമയോടെ ആ പൂവിനെ അദ്ദേഹം തലോടിയത്രേ. റോബർട്ട് ഫ്രോസ്റ്റിന് അന്ന് വയസ്സ് ഏതാണ്ട് 90 ആയിട്ടുണ്ടാവും, 90ഓടടുത്തിട്ടുണ്ടാവും. 90ാമത്തെ വയസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ കവിയെ ഒരു ശിശുവാക്കി മാറ്റിയത് ഒരു പൂവാണ്, ഒരു ചെറിയ പൂവാണ്. ആ പൂവ് ആ വേള അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യനാക്കി മാറ്റുന്നു, കൂടുതൽ ആർദ്ര ഹൃദയമുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇത് ഏത് പൂവും മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ സന്ദർഭത്തിൽ അന്ന അഹ്മത്തോവ റോബർട്ട് ഫ്രോസ്റ്റിന് ആദരം പ്രകടിപ്പിച്ചുകൊണ്ടെഴുതിയ കവിതയുടെ പേര് ദ ലാസ്റ്റ് റോസ് എന്നായി. നമ്മളിപ്പോൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൂവ് കൊടുത്ത് സ്വീകരിക്കും. എന്തിനാണ് ഒരു പൂവ് കൊടുക്കുന്നത്? ONV എഴുതുന്നത്, വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ കേൾക്കൂ നീ അതിലെൻ്റെ ഹൃദയം വായിച്ചുവോ എന്നാണ്. വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ കേൾക്കൂ നീ അതിലെൻ്റെ ഹൃദയം വായിച്ചുവോ. ഓരോ പൂവിലും അത് കൊടുക്കുന്ന ഒരാളുടെ ഹൃദയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പ്രണയിക്കുന്ന ഒരു പൂവൊക്കെ കൊടുക്കുന്നത്. എളുപ്പത്തിനൊരു സാധനം പറിച്ചു കൊടുക്കുകയല്ല, ആ വാക്കുകൾക്കാവാത്തത് പ്രതിഫലിപ്പിക്കുന്നു ആ പൂവിൽ എന്നാണ്. അങ്ങനെയാണ് ആ പൂവിനെ ONV വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രോസ്റ്റിനോട് ആ കുഞ്ഞു പൂവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഫ്രോസ്റ്റ് എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളോടും പറയുന്നുണ്ട്. പൂക്കൾ, ഇലയും മരവും പൂവും മഴയും ഒക്കെ നമ്മളോട് ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മളത് കാണുന്നുവോ കേൾക്കുന്നുവോ എന്നത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ്. അത് കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്.